മൊഡ്യൂൾ 4 ബാക്കി ടോപ്പിക്കിലേക്ക് പോകാം. മൊഡ്യൂൾ 4 നമുക്ക് ആദ്യം നോക്കാനുള്ളത് സെർച്ചിങ് ടെക്നിക്സ് ആണ്. സോ സെർച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മുടെ കയ്യിലുള്ള സെറ്റ് ഓഫ് ഡേറ്റയിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക, അതായത് അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ പറയുക. ഓക്കെ, അതാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സെർച്ചിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ത്രൂ ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. ലീനിയർ സെർച്ചിനെ സീക്വൻഷ്യൽ സെർച്ച് എന്നും പറയാറുണ്ട്. അപ്പോൾ ലീനിയർ സെർച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലീനിയർ സെർച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു അൺസോർട്ടഡ് ആയിട്ടുള്ള ഒരു അറയിലായിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ഓർഡറിലൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ഡേറ്റ ഒരു അറയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ സീക്വൻഷ്യൽ സെർച്ചിലൂടെ സെർച്ചിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള ഒരു ഐറ്റം, ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. സപ്പോസ് ഇതാണ് നിങ്ങളുടെ അറേ. ആ ഒരു അറയിൽ എനിക്കൊരു പെർട്ടിക്കുലർ ഐറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ലൈക്ക് 13 ആണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള ഐറ്റം. അപ്പോൾ എന്താ ചെയ്യുന്ന, ഓരോ ഇൻഡെക്സിലും പോയിട്ട് നിങ്ങൾ ഈ 13 എന്ന് പറയുന്ന ഡേറ്റയും ആ ഇൻഡെക്സിലിരിക്കുന്ന ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉടനെ കണ്ടുപിടിക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഐറ്റം ഫൗണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കാം. ദെൻ അതല്ല, മാച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തടുത്തുള്ള ലൊക്കേഷനിലേക്ക് ഈ സെർച്ച് കണ്ടിന്യൂ ചെയ്ത് പോകണം. അതാണ് നമ്മുടെ ലീനിയർ സെർച്ചിൻ്റെ അൽഗോരിതം. സോ ആദ്യം ഇനീഷ്യൽ ഇൻഡെക്സുമായിട്ട് നോക്കി 7ഉം 13ഉമായിട്ട് മാച്ച് ചെയ്തു, നോ മാച്ച്. സോ നെക്സ്റ്റ് ഇൻഡെക്സിലേക്ക് പോയി 12ഉം 13ഉമായിട്ട് നോക്കി, മാച്ചില്ല. അടുത്ത 5ഉം 13ഉം നോക്കി, മാച്ചില്ല. 22 ആൻഡ് 13 നോക്കി, മാച്ചില്ല. 13 ആൻഡ് 13. സോ അപ്പോൾ അവിടെ നമുക്കൊരു മാച്ച് കിട്ടി. മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു ഫ്ലാഗ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഐറ്റം കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐറ്റവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. സോ അതിന് നമ്മളൊരു ഇനിഷ്യലി ഒരു ഫ്ലാഗ് നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എപ്പോഴാണോ ഐറ്റം കണ്ടെത്തുന്നത് അപ്പോൾ നമ്മൾ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കും. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം ഈ ഒരു അറയിൽ ഇല്ലായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അൽഗോരിതം നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാനുള്ള ഐറ്റത്തിനെ റീഡ് ചെയ്യുക. ഇനിഷ്യലി ഫ്ലാഗ് 0 ആക്കി സെറ്റ് ചെയ്യുക. i = 0 to n വരെ നമ്മൾ അറയിലെ ഓരോ ഇൻഡെക്സിലുള്ള ഐറ്റവും ഡേറ്റയും നമ്മുടെ സെർച്ച് ചെയ്യാനുള്ള ഐറ്റവും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആവുകയാണെങ്കിൽ ഐറ്റം ഫൗണ്ട് എന്ന് പ്രിൻറ്റ് ചെയ്യാം, ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അറേ ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്ത് പോകും. സോ നമ്മളുടെ ഐറ്റം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലാഗും 1 ആവത്തില്ല, 0 ആയിട്ട് തന്നെ ഇരിക്കും. സോ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലാഗിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടില്ല, റിമൈൻ അൺചേഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ഐറ്റം നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ലീനിയർ സെർച്ച്. ദെൻ ഇതിൻ്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. സോ നമുക്ക് 3 ഒരു സിനാരിയോ വെച്ചിട്ട് പറയാം. ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ്. അപ്പോൾ ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം ടൈമിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു സിനാരിയോനെയാണ് നമ്മൾ അൽഗോരിതത്തിൻ്റെ ബെസ്റ്റ് കേസായിട്ട് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു അൽഗോരിതത്തിൻ്റെ ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ഡേറ്റ ആ അറയിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ടാർഗറ്റ് വാല്യൂ ഇൻ ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ ആണെങ്കിൽ നമുക്ക് പറയാം ദറ്റ് ഈസ് എ ബെസ്റ്റ് കേസ്. അപ്പോൾ ഇവിടെ ബെസ്റ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാകും, നമ്മൾ ഇനി ഒരു 50 എലമെൻ്റ് ഉള്ള ഒരു അറേ ആണെങ്കിൽ പോലും ഫസ്റ്റ് ലൊക്കേഷനിലാണ് നിങ്ങൾ സെർച്ച് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന എലമെൻ്റ് എങ്കിൽ ടൈം കോംപ്ലക്സിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കില്ലേ, ദറ്റ് ഈസ് ഓർഡർ ഓഫ് 1 ആയിരിക്കും. ദെൻ വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേഴ്സ്റ്റ് കേസ് ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഇൻഡെക്സ് ഇപ്പോൾ 50 എലമെൻറ്റോ അല്ലെങ്കിൽ 1000 എലമെൻറ്റോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ അത്രയും ഇൻഡെക്സ് നമ്മൾ പോയി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഇൻപുട്ട് കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു ടൈമും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് ഓർഡർ ഓഫ് n. ഇൻപുട്ടിന് അനുസരിച്ചിട്ട് ടൈമും വേഴ്സ്റ്റ് കേസിലുള്ള ടൈമും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് ആവറേജ് കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഓരോ ഇൻപുട്ടിനും, അതായത് ഓരോ പൊസിഷനിലുള്ള ഇൻപുട്ടിനും ഉള്ള പോസിബിലിറ്റീസ് നോക്കിയിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുന്നതായിരിക്കും ആവറേജ് കേസ്. അപ്പോൾ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ മിഡിലാവാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും പൊസിഷനിലാവും. സോ ഏതെങ്കിലും ഒരു പൊസിഷനിൽ, ഓരോ പൊസിഷനിലും ഈ ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും എന്നുള്ളതിൻ്റെ ആവറേജ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആവറേജ് കേസ്. സോ അപ്പോഴും നമുക്ക് ഓർഡർ ഓഫ് n/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ്, അതായത് n/2 എന്നുള്ള ടൈമാണ് കിട്ടുക. സോ അതെന്ന് പറയുന്നത് ഓർഡർ ഓഫ് n തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ലീനിയർ സെർച്ച്. അടുത്തത് നമുക്ക് ബൈനറി സെർച്ച്. അപ്പോൾ ലീനിയർ സെർച്ചിൻ്റെ നമ്മൾ സമയം പറഞ്ഞു, ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇൻപുട്ട് കൂടുന്നതനുസരിച്ച് അത്രയും ടൈം ഇങ്ങനെ കൂടി ചെയ്തുകൊണ്ട് ഇൻപുട്ടിന് ലീനിയർ ആയിട്ടാണ് ടൈം കോംപ്ലക്സിറ്റി വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ബൈനറി സെർച്ചിലോട്ട് പോകാം. ബൈനറി സെർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഡേറ്റ ഓൾറെഡി സോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയിലാണ് നിങ്ങൾ സെർച്ചിങ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈനറി സെർച്ച് എന്നുള്ള ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം.
സോ ബൈനറി സെർച്ചിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇനീഷ്യൽ സെർച്ച് എന്ന് പറയുന്ന ഹോൾ അറയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ സെർച്ച് റീജിയൻ്റെ മിഡിൽ വാല്യൂവിനെ കമ്പയർ ചെയ്യും, മിഡിൽ വാല്യൂ കണ്ടുപിടിക്കും. ആരാണ് നമുക്ക് ടോട്ടൽ ഉള്ള ഏരിയയിലുള്ള മിഡിൽ ഇരിക്കുന്ന ആരാണെന്ന് നോക്കും. സോ മിഡിൽ ഇരിക്കുന്നതുമായിട്ടാണ് നമ്മൾ ഇനി അടുത്ത നമ്മളുടെ ടാർഗറ്റ് ഡേറ്റയെ കമ്പയർ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച മിഡിലാണോ നിങ്ങളുടെ ഡേറ്റ ഇരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. സോ മിഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാം, ഫർദർ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതല്ല നിങ്ങളുടെ സെർച്ച് ചെയ്യേണ്ടുള്ള ഡേറ്റ മിഡിലുള്ള ഡേറ്റയേക്കാൾ ചെറുതാണെങ്കിൽ നമുക്കിനി സെർച്ച് ചെയ്യേണ്ടുള്ള ഏതൊരു എൻഡിലേക്ക് മാത്രം മതി. അതായത് നിങ്ങളുടെ കയ്യിൽ കുറേ ഡേറ്റയുണ്ട്, അപ്പോൾ അതിൽ എനിക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മിഡിലുള്ള എലമെൻറ്റ് ആരാണെന്ന് നോക്കുന്നു. സോ മിഡിലുള്ള എലമെൻറ്റും എനിക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള ഐറ്റവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഐറ്റവും തമ്മിൽ ഞാൻ ആദ്യം കമ്പയർ ചെയ്യുന്നു. സോ കമ്പയർ ചെയ്യുമ്പം ഇവിടെ തന്നെ നമുക്കൊരു മാച്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാം ഡേറ്റ അവിടെ കണ്ടെത്തി എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം, ഇത് ഓൾറെഡി സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറയാണ്. അപ്പോൾ ഇപ്പം ഇരിക്കുന്ന മിഡിലെ ഈ ഒരു ഇതാണ് നമ്മളുടെ മിഡ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ മിഡിനേക്കാളും ചെറുതായിരിക്കും ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ എലമെൻസും. അതുപോലെ റൈറ്റ് സൈഡിൽ വരുന്ന എല്ലാം മിഡിനേക്കാളും വലുതായിരിക്കും അല്ലേ. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇനി നമ്മളുടെ ഐറ്റം മിഡിനേക്കാൾ ചെറുതാണെങ്കിൽ ഇനി ഈ ലെഫ്റ്റിലുള്ള ആ ഒരു അറയിൽ മാത്രം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതല്ല നമ്മളുടെ ഐറ്റം മിഡിനേക്കാൾ വലുതാണെങ്കിൽ ഈ റൈറ്റിലുള്ള ലൊക്കേഷനിൽ മാത്രം നമുക്ക് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള ഏരിയയെ പകുതിയാക്കി കുറയ്ക്കാനായിട്ട് കഴിയും. സോ അത് പകുതിയായിട്ട് കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ഈ ബൈനറി എന്നുള്ള പേര് വന്നത് തന്നെ. സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, എഗെയിൻ നമ്മൾ അവിടെ പോയിട്ട് വീണ്ടും അവിടുത്തെ മിഡ് വാല്യൂ കണ്ടുപിടിക്കും. മിഡ് വാല്യൂ നമ്മളുടെ ഡേറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഈക്വലൻ്റ് ആവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഓക്കെ കണ്ടുപിടിച്ചു എന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടുത്തെ മിഡിനേക്കാൾ ചെറുതാണെങ്കിൽ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും, സോ ഈ ഒരു ലൊക്കേഷനിലായിരിക്കും അടുത്തതായിട്ട് നമ്മൾ സെർച്ചിങ് നടത്തുക. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ. സോ ഇതാണ് നമ്മൾ ബൈനറി സെർച്ചിൽ നടക്കുന്നത്. ഇവിടെ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടായിരിക്കും, മിഡിലുള്ള ഡേറ്റ വാല്യൂ ആയിട്ടായിരിക്കും കമ്പാരിസൺ നടക്കുന്നത്. അപ്പോൾ ബൈനറി സെർച്ചിൻ്റെ അൽഗോരിതത്തിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു അറേ ഓഫ് n എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഐറ്റം ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള ഐറ്റം. സോ ഇനിഷ്യലി ലോ 0 ഹൈ എന്നുമായിട്ട് എടുക്കുന്നു, മിഡ് കണ്ടുപിടിക്കുന്നു, ലോ പ്ലസ് i/2 വെച്ചിട്ട് മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, നമുക്ക് ഈ മിഡ് ഓഫ് മിഡ് നോട്ട് ഈക്വൽ ടു ഐറ്റം ആകുന്നത് വരേക്കും ഇനി ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ, അതായത് ഈ ഇൻഡെക്സുകൾ ആ ഒരു റേഞ്ച് ലോയും ഹൈയും അത് പരസ്പരം ലോ എപ്പോഴാണോ ഹൈനേക്കാളും ചെറുതായിരിക്കുന്നത്, അതായത് അത് ക്രോസ് ഓവർ ചെയ്യാൻ പാടില്ല, അതുവരേക്കും നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റായിട്ട് നമ്മൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നു. നമ്മൾ സെർച്ച് ചെയ്യേണ്ടുള്ള ഐറ്റം ഡേറ്റ എലമെൻറ്റിനേക്കാൾ ചെറുതാണെങ്കിൽ അവിടുത്തെ നമ്മൾ ഇനി മുതൽ നമുക്ക് ലെഫ്റ്റ്, അതായത് മിഡിൻ്റെ ലെഫ്റ്റിൽ മാത്രം സെർച്ച് ചെയ്താൽ മതി. അതുകൊണ്ട് ആ ഹൈ എന്ന് പറയുന്ന ഇൻഡെക്സ് മാത്രം മിഡ് -1 ആക്കി മാറ്റുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ എന്താക്കി മാറ്റുന്നു, ലോയിനെ മിഡ് +1 ആക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ മിഡ് എന്ന് പറയുന്നത് എഗെയിൻ നിങ്ങൾ കണ്ടുപിടിക്കുന്നു. മിഡ് എന്ന് പറയുന്നത് ലോ പ്ലസ് ഹൈ/2 ആണ്. എഫ് മിഡിനെ ഐറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐറ്റമാണ് 75. സോ ഇതാണ് എൻ്റെ ഗിവൺ അറേ. അതിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, അത് സോർട്ടഡ് ഓർഡറിലാണ് ഇരിക്കുന്നത്. സോ ഇനീഷ്യലി ഞാൻ എന്താ കണ്ടുപിടിക്കുന്നത്, മിഡ് ഇൻഡെക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. മിഡ് ഇൻഡെക്സ് കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ മിഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 + 9/2. അപ്പോൾ 4.5 ഇൻറ്റിജർ ആകുമ്പോൾ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഇൻഡെക്സിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്യുന്നു, 23 ഈസ് കമ്പയർഡ് വിത്ത് 75. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്താണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള, 23-നേക്കാളും ചെറുതാണോ 75 എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ 75-നെ നമുക്ക് കാണാൻ സാധ്യതയുള്ള ഇനി എവിടെ ആയിരിക്കും, 23യുടെ റൈറ്റ് സൈഡിൽ മാത്രമായിരിക്കും. അതായത് ഇനി 23യുടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഇൻഡെക്സിൽ, ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഇനിഷ്യലി നമ്മളുടെ ലോ എന്ന് പറയുന്നത് ഇവിടെയും 0-യും ഹൈ എന്ന് പറയുന്ന എന്നും ആയിരുന്നു, അല്ലെങ്കിൽ n-1 ആയിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്, ഇനി നമ്മളുടെ ലോ നമ്മൾക്ക് ചേഞ്ച് ചെയ്യണം. ഹൈയിൽ മാറ്റം ഉണ്ടോ, മാറ്റം ഇല്ല. ഹൈ എന്നുള്ള ഇൻഡെക്സ് 9 തന്നെ, ലോ എന്നുള്ള ഇൻഡെക്സ് മുന്നേ 0 ആയിരുന്നു, ഇനി അത് എന്തായിട്ട് മാറണം, മിഡ് +1 ആയിട്ട് മാറണം. സോ നമ്മൾ എന്ത് ചെയ്തു, മിഡ് +1 ആക്കി. എഗെയിൻ എന്താണ്, വീണ്ടും മിഡ് വാല്യൂ കണ്ടുപിടിച്ചു, 5 + 9/2
5 + 9/2 എന്ന് പറയുമ്പോൾ 14/2. 14/2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 7 എന്ന് കിട്ടും. ആ 7 എന്നുള്ള ഇൻഡെക്സിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നു. 75ഉം 65ഉം ഈക്വൽ ആണോ? അല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി നമ്മൾ നോക്കണം, നമ്മളുടെ സെർച്ച് ചെയ്യേണ്ടുള്ള ഡേറ്റ 75 65നേക്കാളും ലെസർ ആണോ? അല്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇനി നമുക്ക് അടുത്ത ഏത് ഇൻഡെക്സിൽ മാത്രം നോക്കിയാൽ മതി? ഈ ഒരു ലൊക്കേഷനിൽ മാത്രം ഇത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ഹൈ ഇൻഡെക്സിൽ മാറ്റമില്ല, ലോ ഇൻഡെക്സ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ലോ എന്ന് പറയുന്നത് mid+1 ആക്കും. ഇപ്പം മിഡ് 7 ആയിരുന്നു, mid+1 ദറ്റ് ഈസ് 8. ദെൻ എഗെയിൻ നമ്മൾ മിഡ് കണ്ടുപിടിക്കുന്നു. 8 + 9/2. 8 + 9/2 എന്ന് പറയുമ്പോൾ 17/2 ദറ്റ് ഈസ് 8.5 8 എന്നുള്ള ഇൻഡെക്സ് നോക്കും. ഇനി എന്താ ചെയ്യുന്നത്? അറേ ഓഫ് മിഡും ഐറ്റവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്നു. 75ഉം കമ്പയർ ചെയ്യുന്നു. സോ അവിടെ വെച്ച് നമുക്ക് എന്ത് പറയാം? ഐറ്റം ഫൗണ്ട് എന്ന് പറയാം. സോ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ബൈനറി സെർച്ചിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഡേറ്റ നമ്മൾ ആദ്യം തന്നെ മിഡ് വാല്യൂ കണ്ടുപിടിക്കൂലേ, ആ മിഡ് വാല്യൂയിലാണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഡേറ്റ ഇരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കേസ്. നമുക്ക് ഫർദർ ഇനി ഡിവിഷനും അല്ലെങ്കിൽ ഇനി വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. മിഡിൽ ആദ്യം മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു, മിഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ എലമെൻറ്റ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്കതിനെ ബെസ്റ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വേഴ്സ്റ്റ് കേസും ആവറേജ് കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓർഡർ ഓഫ് ലോഗൻ ആയിരിക്കും. അതായത് ഡിവൈഡ് ചെയ്ത്, അതായത് n ഉള്ള അറേനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു? n/2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. സോ n/2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. n/2നെ എഗെയിൻ നമ്മൾ എന്തിലാണ് നോക്കുന്നത്? n/4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ടിൽ അത് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്ന എവിടെ വരെ ആയിരിക്കും? നമ്മളുടെ ആ ഒരു എലമെൻ്റ് എന്ന് പറയുന്ന 1 ആകുന്നത് വരേക്കും, അതായത് ഇതിൻ്റെ വാല്യൂ 1 ആകുന്നത് വരേക്കും, ഡിനോമിനേറ്റർ 1 ആകുന്നത് വരേക്കും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ അതൊരു ട്രീ ആയിരിക്കും. ആ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ലോഗൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വൈ വേഴ്സ്റ്റ് കേസും ആവറേജ് കേസും എന്ന് പറയുന്നത് ലോഗൻ ആയിരിക്കും.